സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ. റോമാലേഖനത്തിൽ 8-ാം അധ്യായം 18-ാം തിരുലിഖിതം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരങ്ങളാണെന്ന് ഞാൻ കരുതുന്നു എന്ന തിരുവചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ സൗഖ്യം എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇപ്പോൾ ഈ വചനങ്ങൾ കേൾക്കാൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ക്ഷീണിതരും വേദനിക്കുന്നവരും തളർന്നവരും വലിയ ആകുലങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരുമായ ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഉണർവിൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. പിതാവേ, അസ്ഥികളുടെ താഴ്വരയിൽ അവിടുന്ന് വചനമായി വച്ചപ്പോൾ ഇതാ വരണ്ട അസ്ഥികൾ പോലും ജീവൻ പ്രാപിച്ച് ഒരു മഹാസൈന്യം പോലെ എഴുന്നേറ്റ് നിന്നുവല്ലോ കർത്താവേ. ഇതാ ഇന്ന് അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ, അവരുടെ എല്ലാ വേദനയുടെ മേൽ, തകർച്ചകളുടെ മേൽ, കണ്ണുനീരിൻ്റെ മേൽ അങ്ങയുടെ കൃപ അയക്കണമേ. കൃപയുടെ ഒരു സമൂഹത്തെ അങ്ങയുടെ വചനത്താൽ അവിടുന്ന് ഉയർപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ക്ഷീണങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, മനോദുഃഖങ്ങളിൽ യേശുനാമത്തിൽ സൗഖ്യം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നു പോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പിണക്കവും വൈരാഗ്യവും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ നിവേശിക്കട്ടെ. യേശുനാമത്തിൽ രോഗത്തെ ശാസിക്കുന്നു. രോഗങ്ങളെ, രോഗപീഠകളെ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുമാറിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. അത്ഭുതാഭിഷേക ശക്തി, വചനത്തിൻ്റെ ശക്തി എല്ലാ കുടുംബങ്ങളുടെ മേലും കരകവിഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യമുണ്ടാകാൻ, നല്ല സൗഖ്യങ്ങളുണ്ടാകാൻ, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് സമ്പത്തുണ്ടാകാൻ, സമാധാനം ഉണ്ടാകാൻ, ആത്മീയത ഉണ്ടാകാൻ, നല്ല ഉയർച്ചയുണ്ടാകാൻ, നല്ല ബുദ്ധിശക്തി ഉണ്ടാകാൻ ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന രാജകീയ പാതയാണ് ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നുള്ളത്. മക്കൾക്ക് കൂടപ്പിറപ്പുകളുടെ കൂടെ വളരാൻ അവസരം നൽകുക. ഇത് ദൈവവചനം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ജെറമിയ ഗ്രന്ഥത്തിൽ 29-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതത്തിലാണ് നാം ഇത് കാണുന്നത്. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് കുട്ടികളുടെ കൂടെ വളരാൻ മക്കൾക്ക് സാഹചര്യങ്ങൾ നൽകണം. ഇത് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്
ധാരാളം കൂടപ്പിറപ്പുകളുടെ കൂടെ വളരുന്ന കുട്ടികൾക്കാണ് നല്ല ബുദ്ധിശക്തി ഉണ്ടാവുക, നല്ല ആരോഗ്യം, നല്ല കലാഭാവനകൾ, നല്ല ആത്മീയത, നല്ല സ്നേഹം, തെളിഞ്ഞ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളെ കുട്ടികളെ നല്ല ക്ലാസ്സിൽ വിട്ടുന്നതുകൊണ്ടോ നല്ല കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്തതുകൊണ്ടോ അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തത് കൊണ്ടോ കുട്ടികളിൽ നന്ദി, സ്നേഹം, ബഹുമാനം, വിനയം, എളിമ, സഹിഷ്ണുത, ആരോഗ്യം, പ്രാർത്ഥന, വിശുദ്ധി, പരിശുദ്ധാത്മാഭിഷേകം ഇതെല്ലാം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ഈ കുട്ടികളിൽ നന്മയായിട്ടുള്ളതെല്ലാം വേരുപാകാൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവീക ക്രമീകരണമാണ്. ഒരുപാട് കുട്ടികളുടെ കൂടെ ദൈവം അയക്കുന്ന കൂടപ്പിറപ്പുകളുടെ കൂടെ വളരാൻ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. വലിയൊരു വീട് പണിത് കൊടുക്കുന്നതിനേക്കാൾ, നല്ലൊരു സ്കൂളിൽ കൊണ്ട് അഡ്മിഷൻ കൊടുക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിൽ കുട്ടികൾക്ക് വളരാൻ അവസരം. ദൈവം അയക്കുന്ന കൂടപ്പിറപ്പുകളുടെ കൂടെ വളരാൻ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം. അവിടെയാണ് ആരോഗ്യം, അവിടെയാണ് സമ്പത്ത്, അവിടെയാണ് ആത്മീയത, അവിടെയാണ് പ്രാർത്ഥനാഭിഷേകം, അവിടെയാണ് വിശുദ്ധി, അവിടെയാണ് ദൈവകൃപ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇന്ന് ലോകത്തിൽ എല്ലാവരും കുട്ടികളുടെ എണ്ണം എന്തിനു വേണ്ടിയാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്? ഉള്ള കുട്ടികളെ നല്ല ആരോഗ്യത്തിൽ വളർത്താൻ വേണ്ടി, ഉള്ള കുട്ടികൾക്ക് നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി, ഉള്ള കുട്ടികൾക്ക് നല്ല ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നല്ല ഡ്രസ്സ് കൊടുത്ത്, നല്ല ചെരുപ്പ് കൊടുത്ത്, നല്ല പൗഡർ കൊടുത്ത്, നല്ല ഫുഡ് കൊടുത്ത്, നല്ല ആരോഗ്യത്തിൽ, നല്ല സ്കൂളിൽ, നല്ല വൃത്തിയുള്ള വീട്ടിൽ താമസിപ്പിച്ച്, അങ്ങനെ നല്ല അന്തരീക്ഷത്തിൽ ഉള്ള കുട്ടികളെ വളർത്തി നല്ല ആരോഗ്യത്തോടെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? ഇങ്ങനെ കൊടുത്ത് ഇന്ന് മനുഷ്യൻ്റെ ആരോഗ്യം കൂടുകയാണ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ്റെ പ്രാർത്ഥന കൂടുകയാണ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ്റെ സ്നേഹം കൂടുകയാണ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മനുഷ്യരുടെ സമാധാനം കൂടുകയാണ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ആരോഗ്യം കുത്തനെ ഇടിഞ്ഞു പോയി എന്നുള്ളത് യാഥാർത്ഥ്യം. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഒരു ക്യാൻസർ രോഗി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഒരു കേട്ടുകഴിവ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ബോംബെയിൽ ഒരാൾക്ക് അർബുദം പിടിച്ച്, അവിടെ ലണ്ടനിൽ ഒരാൾക്ക് ക്യാൻസർ വന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ആരോഗ്യം നേരെ കുത്തനെ ഇടിഞ്ഞു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ 7 മക്കളുള്ളൊരു കുടുംബത്തിലെ 6ാമത്തെ അംഗമാണ്. ഞങ്ങൾ 7 പേര് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുത്ത് വളരുന്നൊരു കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പനി വന്നു. ഞാൻ 6ാമത്തെ ആളാണ് വീട്ടിൽ. അപ്പൻ, അമ്മ, ബാക്കി 6 പേരുണ്ട്. അവരങ്ങനെ ഓരോ ജോലികൾക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാൻ 6ാമത്തെ ആൾ പനി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീടിരിക്കുന്ന പ്രദേശത്തെ അടുത്ത ടൗണാണ് മണ്ണാർക്കാട് പട്ടണം, മണ്ണാർക്കാട് ടൗണ്. ആ മണ്ണാർക്കാട് ടൗണിൽ ഒരു ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. അവിടെ പോയാൽ മരുന്ന് കിട്ടും. ഞാൻ അങ്ങനെ ഷർട്ടിട്ട് റോഡിലേക്ക് ഇറങ്ങി. അന്ന് കൂടെ വരാൻ ആരും ആവശ്യമില്ല. 4ാം ക്ലാസ്സിലാണെങ്കിലും ഒരുപാട് കൂടപ്പിറപ്പുകളുടെ കൂടെ വരുന്നതുകൊണ്ട് നല്ല മനസ്സിന് നല്ല ബലമുണ്ട്. അതുകൊണ്ട് കൂടെ ആരും പോരേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ടൗണിലേക്ക് നടന്നു പോവുകയാണ്. വണ്ടിയില്ലാത്ത കാലം, റോഡില്ലാത്ത കാലം, തോടും പുഴകളും ചെമ്മൺ റോഡുകളും മാത്രമുള്ള കാലം. അങ്ങനെ ആ പൊടിമണ്ണിലൂടെ, ആ ചെമ്മൺ പാതയിലൂടെ അനേകം ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നടന്നു. അവരെല്ലാവരും ടൗണിലേക്കുള്ളവർ, വഴിതെറ്റാൻ വേറെ അങ്ങോട്ടുമില്ല, ഒറ്റ റോഡുള്ളത് ടൗണിലേക്കാണ്. അങ്ങനെ ടൗണിലെത്തിയപ്പോൾ അതിൽ നല്ലൊരു ശതമാനം ആളുകളും ആശുപത്രിയിലേക്കുള്ളതാണ്. ഞാനും ആശുപത്രിയിൽ ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കി. എന്നിട്ട് അപ്പം തന്നെ 2 മിനിറ്റ് ഒരു കുറിപ്പെഴുതി ആ കമ്പൗണ്ടറെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ കമ്പൗണ്ടറെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ കമ്പൗണ്ടർ എന്നോട് ചോദിച്ച്, കുട്ടിയുടെ കയ്യിൽ വല്ല കുപ്പിയും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല. കമ്പൗണ്ടർ പറഞ്ഞ്, മരുന്ന് കൊണ്ടുപോകാൻ കുപ്പി വേണം. ഞാൻ കുപ്പി അന്വേഷിച്ച് താഴത്തേക്ക് ഇറങ്ങി. അന്ന് സർവത്ത് കടകളുള്ള കാലമാണ്. സർവത്ത് കട ഒരെണ്ണം. ആ സർവത്ത് കടക്കാരനോട് പറഞ്ഞൊരു കുപ്പി വേണം. അപ്പോൾ അദ്ദേഹം ഒരു വലിയ സർവത്ത് കുപ്പി എടുത്ത് കഴുകി വെട്ടിപ്പാക്കി തുടച്ച് നീറ്റാക്കി, മരുന്ന് കൊണ്ടുപോകാനുള്ള കുട്ടി ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞ് കഴുകി തുടച്ച് നീറ്റാക്കി ആ കുപ്പി, ഏതാണ്ട് എൻ്റെ അത്രയും വലുപ്പമുള്ളൊരു കുപ്പി എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ കുപ്പിയും പിടിച്ച് കമ്പൗണ്ടറെ കൊണ്ട് കൊടുത്തു.
കമ്പൗണ്ടർ എന്നെ നോക്കി, എന്നിട്ട് ആ കുപ്പിയിലേക്ക് നോക്കി, നേരെ ഉള്ളിലേക്ക് പോയി. ഞാൻ കമ്പൗണ്ടർ എങ്ങോട്ടാണ് പോയെന്ന് സൂക്ഷിച്ച് നോക്കി. അപ്പോൾ കമ്പൗണ്ടർ നേരെ 3 വലിയ കുപ്പികളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ആ 3 വലിയ കുപ്പികൾ 3 നിറത്തിലുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ നിറത്തിലുള്ള വെള്ളം, പിന്നെ റോസ് കളറുള്ള വെള്ളം, അങ്ങനെ 3 കളറിൽ. അതിലൊരു കുപ്പിയിൽ നിന്ന് വലിയൊരു ചായക്കപ്പ് പോലെ കപ്പ് കൊണ്ട് മുക്കി എൻ്റെ കുപ്പിയിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നു. ഇതുകൊണ്ട് കുടിച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 നേരം കുടിക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഉച്ചയുടെ സമയമായി. ഒരു പ്രാവശ്യം ഇപ്പം തന്നെ സേവിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവിടെ തന്നെ കുറേ കുടിച്ച്, പിന്നെ ബാക്കി വീട്ടിൽ കൊടുത്തിട്ട് എന്തിനു പറയുന്നു, ഉച്ചയ്ക്ക് രാത്രിക്ക് മരുന്ന് കുടിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും എൻ്റെ പനിയും ഛർദിയെല്ലാം മാറി, നല്ല ആരോഗ്യമുള്ളവനായി. ഞാൻ പിറ്റേ ദിവസം തുള്ളിച്ചാടി ക്ലാസ്സിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി. രോഗനിമിത്തം ഒരു ദിവസം പോയി ക്ലാസ് മുടങ്ങാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രമാത്രം പെട്ടെന്ന് ആ രോഗത്തിന് സൗഖ്യമുണ്ടായി. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? അന്ന് കാര്യം ശരി, അവിടെ ഇവിടെ ഒരു ആശുപത്രിയേ ഉള്ളൂ. ഇന്നത്തെ പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റികളോ, ഇന്നത്തെ പോലെ വലിയ സംവിധാനങ്ങളോ, വലിയ യന്ത്രങ്ങളോ, വലിയ സ്കാനിങ് മെഷീനുകളോ, പുതിയ മരുന്നുകളോ ഇതൊന്നുമില്ല. അവിടെ ആകെ ഒരു ഡോക്ടർ, ഒരു ഗവൺമെൻറ് ആശുപത്രി, ഒരു ഡോക്ടർ, 100 കണക്കിന് രോഗികൾ. ഓരോ മിനിറ്റ് വരെ കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് പരിശോധന നടത്തുന്നു, മരുന്ന് എഴുതി കൊടുക്കുന്നു, അതപ്പം തന്നെ ഫലിക്കുന്നു. രോഗം എന്താ കണ്ടുപിടിക്കാനും കണ്ടുപിടിക്കുന്ന രോഗത്തിന് മരുന്ന് എഴുതുന്ന മരുന്ന് ശരീരത്തിൽ ഫലിക്കാനും ഇടവരുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷം. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? ഞാൻ ആദ്യം വികാരിയായിരുന്ന പള്ളിയുടെ അടുത്തുള്ള ഒരു ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടുത്തെ കൈക്കാരന് ആ മനുഷ്യന് എന്തോ ഒരു വലിയ ജനദോഷം പോലൊരു അവസ്ഥ. ഉടനെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാലമാണ്, സൂക്ഷിക്കണം, ആശുപത്രിയിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെ കൂട്ടി ആ ചേട്ടൻ ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ ചെന്ന ഉടനെ അവരെ മനുഷ്യനെ എല്ലാ തരത്തിലുള്ള പരിശോധനയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തു. അങ്ങോട്ട് പരിശോധിക്കുന്നു, ഇങ്ങോട്ട് വരുന്ന സ്കാനിങ് മെഷീൻ ഓണാക്കുന്നു, എല്ലാ മെഷീൻ ഓണാക്കി പരിശോധിച്ച് തിരിച്ച് മറിച്ച് നോക്കി. വൈകുന്നേരമായപ്പോൾ അദ്ദേഹത്തിന് ജീവൻ പോയി. അദ്ദേഹത്തെ അങ്ങോട്ട് ഒരുവിധം നല്ല ആരോഗ്യത്തിൽ പോയി, ഇങ്ങോട്ട് ഡെഡ് ബോഡിയായിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. നോക്ക് വ്യത്യാസം, നോക്ക്. ഇന്ന് സത്യത്തിൽ ഡോക്ടർമാർക്ക് എന്താണ് രോഗം എന്ന് നിർണ്ണയിക്കാൻ പോലും പറ്റാത്ത വിധം കൂടിക്കുഴഞ്ഞൊരവസ്ഥ സംജാതമായിരിക്കുകയല്ലേ. ഇനി മരുന്ന് എഴുതി കൊടുത്താലോ അത് ഫലിക്കാനായിട്ട് പല സാഹചര്യങ്ങളിലും കാലമെടുക്കുന്നതും നാം കാണുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ആരോഗ്യം പണ്ടതിനേക്കാൾ വളരെ കുത്തനെ ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ആത്മീയ ആരോഗ്യത്തിൻ്റെ കാര്യം ചിന്തിക്കുക. പണ്ടാണോ ഇന്നാണ് ആത്മീയ ആരോഗ്യം കൂടുതൽ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടൊക്കെ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ സ്നേഹം, ബഹുമാനം, ആദരവ്, കൂട്ടായ്മ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താ? ഞാൻ പറഞ്ഞൊരു ആത്മീയ ആരോഗ്യത്തിൻ്റെ കാര്യം. അതായത് അച്ഛൻ വിയന്നയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു കുടുംബം വിവാഹമോചനം നേടി അങ്ങനെ വേദനിക്കുകയാണ്. ആ വിവാഹമോചനത്തിന് കാരണമെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഈ ഭാര്യ പറയാണ്, ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറയാണ്, നമുക്ക് മക്കൾ വേണ്ട. ഭാര്യ പറഞ്ഞു, ശരിയല്ല, നമുക്ക് മക്കൾ വേണം. അപ്പോൾ ഭർത്താവ് പറയാണ്, മക്കൾ ജനിച്ചാൽ നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഭാര്യ പറഞ്ഞു, അതിനെന്താ കുഴപ്പം? മക്കൾ ജനിച്ചാൽ അങ്ങനെ സമാധാനം, നമ്മുടെ സമാധാനം കൂടുകയല്ലേ ഉള്ളൂ, സമാധാനം എന്നെ കുറയണത്. അപ്പോൾ ആ ഭർത്താവ് പറയുകയാണ്, കുട്ടി ജനിച്ചാൽ കുട്ടി രാത്രിക്ക് കരയുമ്പോൾ നമ്മുടെ ഉറക്കം പോകും, അതുകൊണ്ട് കുട്ടികൾ വേണ്ട. ഈ ഭാര്യ ആ മനുഷ്യനോട് പറഞ്ഞു, നോ, അതൊന്നും ഒരു കാരണമല്ല. പക്ഷേ ആ മനുഷ്യന് പിന്നെ ആ വിവാഹബന്ധം വേർപ്പെടുത്തി. നമുക്കൊരു വിവാഹം വേർപ്പെടുത്താനുള്ള ഒരു കാരണമായിട്ടാണ് മനുഷ്യൻ പറയണത്, കുട്ടി ജനിച്ചാൽ കുട്ടി കരയുമ്പോൾ രാത്രിയിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്നൊരു കുടുംബം വിവാഹമോചനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ വേർപെട്ട് ഭാര്യ സ്ഥലത്ത് ഭർത്താവ് വേറെ സ്ഥലത്ത് ജീവിക്കുന്നുണ്ട് ലോകത്തിൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പണ്ടത്തെ സ്ഥിതി എന്താ? നേരെ രാത്രി, ഞാൻ ഓർക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ജീവിച്ചിരുന്ന പ്രദേശത്ത് വൈകുന്നേരം മുതൽ വെളുപ്പിന് വരെ മതപ്രസംഗം വെച്ചാലും, വലിയ മൈക്കും കോളാമ്പി വെച്ച് കെട്ടി മതപ്രസംഗം ചെയ്താലും അവിടെയുള്ള മനുഷ്യന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവർ സുഖമായിട്ട് അവരുടെ ജോലി ചെയ്യും, അവർ കടന്നുറങ്ങും. നമ്മുടെ പള്ളികളിൽ പെരുന്നാളുകളും കതിനകളൊക്കെ പൊട്ടിച്ചാലും അതെല്ലാം ടോളറേറ്റ് ചെയ്തിരുന്നു. നല്ല ടോളറൻസ് നമ്മുടെ മനസ്സിലുണ്ടായി. എന്തുകൊണ്ട്? ധാരാളം കൂടപ്പിറപ്പുകളുടെ കൂടെ ഒരുമിച്ച് വളർന്നപ്പോൾ മനുഷ്യർ തമ്മിൽ സഹവസിക്കാനും തമ്മിൽ ഭാരങ്ങൾ വഹിക്കാനുമുള്ള മനക്കരുത്ത്, ഒരു മനസ്സിൻ്റെ അഭിഷേകം അന്നുണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താ? ടോളറൻസ് അങ്ങേയറ്റം ഇല്ലാതായില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, സ്വിറ്റ്സർലൻഡിൽ ഒരു ശുശ്രൂഷയ്ക്ക് എന്നപ്പോൾ അവിടെ ഒരു കുടുംബം കാണാൻ വന്നപ്പോൾ ആ കുടുംബത്തിന് അമ്മയും 2 മക്കളും ഉണ്ട്. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് അവരെ പ്രാർത്ഥിച്ച് വിട്ടയക്കുമ്പോൾ പ്രഭാത ഭക്ഷണത്തിന് എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി ഞാൻ അവരെ ക്ഷണിച്ചു. അങ്ങനെ പ്രഭാത ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ മൂത്ത കുട്ടിക്ക് ഏതാണ്ട് +2 പഠിക്കുന്ന പ്രായം, രണ്ടാമത്തെ കുട്ടി ഏതാണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അപ്പോൾ മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടി അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂത്ത കുട്ടിക്ക് ഒരു തുമ്മൽ വന്നു. ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് അങ്ങോട്ട് മാറി അല്പം ഒന്ന് ചെരിഞ്ഞ് അവൻ അങ്ങനെ ആ തുമ്മൽ അങ്ങോട്ട് തുമ്മി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൻ്റെ അനിയൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമുള്ളൂ. അവൻ അവിടെ ഇരുന്ന് പിന്നെ നേരെ ഷൗട്ടിങ് തുടങ്ങി. ഉടനെ അവൻ്റെ അമ്മ പറഞ്ഞു, മോനെ നീ എന്തിനാ വെറുതെ കോപിക്കുന്നത്, അവനും തുമ്മിയല്ലേ ഉള്ളൂ. ഉടനെ മൂത്ത കുട്ടി രണ്ടാമതൊന്നും കൂടെ തുമ്മി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതും കൂടെ ആയപ്പോൾ ഈ രണ്ടാമൻ ഭയങ്കരമായി ശോഭിച്ച് അവൻ പൊട്ടിത്തെറിച്ച് അവൻ എഴുന്നേറ്റ് പോകുന്നുള്ള വിധത്തിൽ അവൻ ഷൗട്ട് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കിയേൻ, ഒരു ചേട്ടനും തുമ്മുമ്പോൾ അടുത്ത അനിയന് അതൊന്ന് ടോളറേറ്റ് ചെയ്യാൻ, ഒന്ന് സഹിഷ്ണുതയോടൊന്ന് ഇടപെടാൻ സാധിക്കാത്ത വിധം മനസ്സിൻ്റെ ടോളറൻസ് ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. മനസ്സിൻ്റെ ടോളറൻസ് ഇന്ന് കുറഞ്ഞു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് വെളുപ്പിന് ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ വെളുപ്പിന് 5:30 എഴുന്നേക്കാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് സംഘാടകരനോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാരണം. അവർ പറഞ്ഞു, എങ്ങാനും നേരത്തെ എഴുന്നേറ്റ് ഇവർ ടാപ്പ് തുറക്കുമ്പോൾ ബക്കറ്റിലേക്ക് വെള്ളം വീഴുന്ന സ്വരം കേട്ട് അടുത്ത വീട്ടിലുള്ള ആരുടെയെങ്കിലും ഉറക്കം പോയാൽ അവർ കംപ്ലൈൻറ്റ് ചെയ്യും. ഒരു വീട്ടിൽ ബക്കറ്റിലേക്ക് വെള്ളം എടുക്കുമ്പോൾ ആ സ്വരം കേട്ട് അതൊന്ന് ടോളറേറ്റ് ചെയ്യാൻ പോലുള്ള മനസ്സിൻ്റെ ആരോഗ്യമില്ലാത്തൊരു തലമുറ ഈ ലോകത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെ ഇതൊക്കെ കാരണം? നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഒരു കുട്ടി മരക്കുട്ടിയായിട്ട് അങ്ങനെ അംഗങ്ങളുടെ എണ്ണം കുറച്ച് അങ്ങനെ ചെറിയ കുടുംബങ്ങൾ രൂപപ്പെട്ട് വന്ന് അതോടുകൂടി മനുഷ്യൻ്റെ സ്വാർത്ഥത പെരുകി. എൻ്റെ സുഖം, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ സ്വസ്ഥത, എൻ്റെ ഉറക്കം. പണ്ട് കാലത്തുണ്ടായിരുന്ന ടോളറൻസ്, ആ മറ്റുള്ളവരുടെ നന്മ, അവരുടെ ഉയർച്ച, അവരുടെ ആവശ്യം, അവരുടെയും കൂടി ജീവിതം, അത് പരിഗണിക്കാനുള്ള ആ സഹിഷ്ണുത, ആ തുറവി, ആ ടോളറൻസ്, ഒരുമിച്ച് വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരങ്ങൾ വഹിക്കാനുള്ള മനസ്സിൻ്റെ കഴിവ്, അതിന്ന് കണ്ടമാനം കുറഞ്ഞു പോയിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പണ്ടൊക്കെ കല്യാണങ്ങളോ എന്തെങ്കിലും പരിപാടികളോ വന്നാൽ ബന്ധുക്കളും മിത്രങ്ങളും കൂടപ്പിറപ്പുകളും എല്ലാം വന്ന് ആ വീട്ടിൽ കിടന്ന് അധ്വാനിച്ചൊക്കെ ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഓരോരുത്തർ ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ ഇന്ന് ശക്തി പ്രാപിക്കുന്നതിന് പിന്നിലുള്ള അടിസ്ഥാനപരമായ റീസൺ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കുടുംബത്തിൽ കൂടപ്പിറപ്പുകളിലൂടെ വളരാൻ പറ്റാത്തതിൻ്റെ ആ ഒരു തകർച്ചയിൽ ജീവിതങ്ങൾ രൂപപ്പെടുമ്പോൾ അവർക്ക് വലുതായി കഴിയുമ്പോൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ? സ്വാർത്ഥതയുടെയും തന്നിഷ്ടത്തിൻ്റെയും ഏകാധിപത്യ സ്വഭാവത്തിൻ്റെയും രീതികൾ ഇന്ന് തലപൊക്കുകയല്ലേ കുടുംബങ്ങളിൽ? ആത്മീയ ആരോഗ്യത്തിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇന്നാണോ പണ്ടാണോ ആത്മീയ ആരോഗ്യം കൂടുതൽ? കൂടപ്പിറപ്പുകളുടെ കൂടെ വളരുമ്പോൾ അതിനൊരു അത്ഭുതകരമായ ഒരു ആത്മീയതയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ 7 മക്കൾ, ഞാൻ 6ാമത്തെ ആൾ. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഏതാണ്ട് ഒരു സൈന്യം ഒന്നിച്ചാണ് സ്കൂളിൽ പോണത്. ഞാൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ്. എൻ്റെ കൂടെ നന്നായി പഠിക്കുന്ന വേറെയും കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളെല്ലാം ക്ലാസ്സിലെ ഫ്രണ്ട് ബെഞ്ചിലാണ് സാധാരണ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ 1ാമത്തെ സ്ഥാനത്തിരിക്കും, അടുത്ത ആൾ 2ാമത്തെ സ്ഥാനത്തിരിക്കും. അങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത്, അപ്പോൾ എനിക്ക് 50-ൽ 48 മാർക്കാണെങ്കിൽ അവൻ 50-ൽ 47 മാർക്ക്. അങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു കുട്ടിയുണ്ട്. അവൻ എൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ആ ഉത്തമ സ്നേഹിതൻ, ഞാൻ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, 7-ലും 8-ലും പറ്റിയാണ്. ആ ഉത്തമ സ്നേഹിതൻ അവൻ എന്നോട് ചോദിക്കുകയാണ്, സേവ്യറെ നീ ഈ പുസ്തകം കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലല്ലോ സ്നേഹിത, ഞാനിത് കണ്ടിട്ടില്ലല്ലോ. അവൻ ആ പുസ്തകത്തിലുള്ളത് തുറന്നു. അപ്പോഴല്ലേ ഓരോ തരത്തിലുള്ള രംഗങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ ആകാശം, പുതിയ ഭൂമി. ഞാൻ ചോദിച്ചു, സ്നേഹിത ഇതെന്താണ് ഈ കാണുന്നത്? അദ്ദേഹം പറഞ്ഞു, സേവറെ ഇതാണ് ലോകം. അവൻ ഒരുപാട് തരത്തിലുള്ള നഗ്നചിത്രങ്ങളുള്ള ഏതോ ഒരു പുസ്തകം ഇവിടുന്ന് പോയി സംഘടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്നേഹിത ഞാൻ ഇന്ന് വരെ ഇത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ സ്നേഹിതൻ പറയാണ്, നീ ഇത് കണ്ടിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി ഞാനൊരു കോപ്പി സംഘടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞു, ഇപ്പോൾ ക്ലാസ് നടക്കുന്ന സമയമാണ്, ടീച്ചറോ മറ്റു കൂട്ടുകാരോ കണ്ട മോശം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, നീ ഇത് എൻ്റെ പുസ്തകങ്ങളുടെ ഇടയിലേക്ക് വെച്ചോളാൻ പറഞ്ഞു. അന്ന് കയ്യിൽ ഒരു കെട്ട് പുസ്തകങ്ങളുമായി പോണ കാലം, 80കളിൽ നിന്ന് ഓർക്കണം, 80കളിൽ പഠിച്ചവരൊന്ന് ഓർത്ത് നോക്കി, ഒരു കെട്ട് പുസ്തകങ്ങളുമായി കയ്യിൽ പിടിച്ച് പോണ കാലം. അപ്പോൾ ആ പുസ്തകങ്ങളുടെ ഇടയിലേക്ക് അവൻ ആ പുസ്തകം വിദഗ്ധമായി അവൻ നിക്ഷേപിച്ച്. ഞാൻ അന്ന് അധികം കളിക്കാനൊന്നും പോയില്ല.
കാരണം ആ പുസ്തകം അവിടെ ഇരിക്കണം, വേറെ ആരെങ്കിലും എടുക്കാതിരിക്കാൻ വേണ്ടി ഇൻ്റർവെല്ലിന് ഞാൻ പരമാവധി ആ പുസ്തകത്തിന് ചുറ്റിനും ഞാൻ കാവലിൽ നിന്ന് 4 മണിക്ക് നേരെ സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിലേക്ക് വരണം. എവിടെയും തങ്ങി നിൽക്കാൻ പാടില്ല, കാരണം വീട്ടിൽ ഒരുപാട് പണിയുണ്ട്. വീട്ടിൽ വന്നു ഞങ്ങൾ 5-6 പേരുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് കാപ്പ് കുടിക്കും, വന്ന ഉടനെ കാപ്പ് കുടിക്കലുണ്ട്. അങ്ങനെ കാപ്പ് കുടിച്ച് നേരെ പറമ്പിലേക്ക് പണിക്ക് പോകും. അങ്ങനെ പറമ്പിലേക്ക് പണിക്ക് പോയി പിന്നെ എല്ലാവരും വീട്ടിൽ ആരും ഇരിക്കുകയില്ല, എല്ലാവരും പണിക്കിറങ്ങും, അപ്പനും അമ്മയും സഹോദരനും എല്ലാവരും. അങ്ങനെ എല്ലാവരും പണിക്കിറങ്ങി ഇഞ്ചിക്ക് ചവറ് വെക്കണം, പശുവിനെ തീരണം, പിണ്ണാക്ക് മേടിക്കണം, എല്ലാം അങ്ങനെ ചെയ്ത് 6-6:30-7 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ചു വരും. പെട്ടെന്ന് കുളിക്കും. 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയാണ്. അങ്ങനെ സന്ധ്യാപ്രാർത്ഥന എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഒരു ലേശം ഭക്ഷണം കഴിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടും. അങ്ങനെ ഈ സദസ്സ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പം ഇതാ ഞാൻ കൊണ്ടുവന്ന ആ പുസ്തകം അന്ന് ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വന്നിരിക്കുകയാണ്. ഉടനെ ഞാൻ നോക്കി. അവർ ചോദിച്ചു ഇത് ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചു. ആരും മിണ്ടിയില്ല. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു ഇത് ആരുടെ പുസ്തകം അല്ലേന്ന് ചോദിച്ചു. ഉടനെ ഞാൻ മനസ്സിലാക്കി ഇനി ഞാൻ പറയാതിരുന്നാൽ അതെല്ലാം ഫൗള്. ഉടനെ ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പറഞ്ഞു, ഞാനത് വായിച്ചിട്ടില്ല, അതെൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ, ഞാൻ വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഉടനെ മൂത്ത ചേട്ടൻ പിന്നെ അപ്പൻ ആ കാര്യമുണ്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. പിന്നെ മൂത്ത ചേട്ടൻ ആ കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി, ക്രോസ് വിസ്താരം നടത്തി. പ്രിയപ്പെട്ട സഹോദരൻ എന്താ കാര്യം ഉണ്ടായെന്നറിയോ? അത് അന്ന് വിജിലൻസ് പിടികൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു 5-6 മക്കളുണ്ടെങ്കിൽ അതിനകത്ത് CBIയും വിജിലൻസും സ്ക്വാഡും എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. 4 മണിക്ക് വീട്ടിൽ വരുന്ന സമയത്ത് ആരും അറിഞ്ഞിട്ടില്ല. വീട്ടിൽ വെച്ച് ഞാൻ എൻ്റെ മുറി വെച്ച് പുസ്തകം അടച്ച് വാതിൽ ചാരിയിട്ട് ഞാൻ പോയി, എല്ലാവരും പോയി. അതിനിടയ്ക്ക് ആർക്കും സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും പറമ്പിൽ പണിയാൻ പോയി. അതിനുശേഷം വന്ന് കുളിച്ച് നേരെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കയറി. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നേരെ എല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പോഴേക്ക് ഈ സാധനം പിടികൂടി ഇത് എത്തിച്ചു. നോക്ക് എത്ര വിദഗ്ധമായിട്ട് ഇതിൻ്റെ അന്വേഷണം നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിൽ ഒരു മെച്ചം അതാണ്. എത്ര രഹസ്യാത്മകമായി ചെയ്താലും അതൊന്നുള്ളിൽ മണത്തൊന്നുള്ളിൽ അത് കണ്ടുപിടിച്ചിരിക്കും. പ്രീസൺ അപ്പനും അമ്മയ്ക്കും അതിനുള്ളിൽ അപ്പനമ്മ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജനറൽ കോർഡിനേറ്റർ എന്ന സ്ഥാനത്ത് പൊതുവായി എല്ലാത്തിനും ഒരു കോർഡിനേഷൻ കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം മക്കളോട് ഒരു വാത്സല്യം, ഒരു ടെൻഡർ, ഒരു പ്രത്യേക വാത്സല്യമാണ് അവർക്ക് നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ കൂടപ്പിറപ്പുകൾ അങ്ങനെയല്ല, എല്ലാം ചുഴിഞ്ഞ് അവർ കണ്ടുപിടിച്ചെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം 2 സഹോദരങ്ങൾ എൻ്റെ കൂടെ വന്നു. അവർ വന്നിട്ട് എൻ്റെ സ്നേഹിതനെ വിളിച്ച് അവിടെ ഒന്ന് മിരട്ടി, ഒന്ന് ശാസിച്ച്, മേലിൽ ഇങ്ങനത്തെ പുസ്തകം കൊണ്ടുവന്ന് ശരിയാക്കും എന്ന് പറഞ്ഞ് ശാസിച്ച് വിട്ടയച്ച്. എന്തായാലും അന്ന് തൊട്ട് പിന്നെ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ചീത്ത പുസ്തകം, ഒരു അശ്ലീല സംഭവം, അശ്ലീല കാസറ്റ പുസ്തകങ്ങളോ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അത് അന്നത്തോടുകൂടി അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള അശുദ്ധാരൂപിക ഉപദ്രവങ്ങൾ വിട്ടങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇതാണ് കൂടപ്പിറപ്പുകളുടെ സംരക്ഷണം. കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞാൽ ദൈവം ഉയർത്തിയിരിക്കുന്ന വലിയൊരു ആത്മീയ സംരക്ഷണമാണ്. 2, 3, 4 കുടുംബാംഗങ്ങൾ ചേട്ടാനിയന്മാർ ഒന്നിച്ച് പോകുമ്പം ഒരാൾക്ക് ചീത്തപ്രവൃത്തി ചെയ്യാൻ പോകാൻ തോന്നുമോ, ഒരാൾക്ക് ഷാപ്പിൽ കയറി കുടിക്കാൻ തോന്നുമോ, ഒരാൾക്ക് കടയിൽ കയറി പുക വലിക്കാൻ തോന്നുമോ? കാരണം എന്താ, പുക വലിച്ച് അപ്പോഴേക്കപ്പോഴും വീട്ടിലറിയും, കാര്യങ്ങളെല്ലാം ഓർഡറാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകൾ ഒരു വലിയ ആത്മീയ സംരക്ഷണമാണ്. കുടുംബത്തിൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ, കൂടപ്പിറപ്പുകളുടെ കൂടെ വളരാനുള്ള ഭാഗ്യം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ദൈവം ഉയർത്തിയിരിക്കുന്ന ആത്മീയ സംരക്ഷണമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തകർത്ത് കളയണത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ ദൈവം ആദ്യത്തെ അവയെ സൃഷ്ടിച്ച് മനുഷ്യവംശത്തെ സൃഷ്ടിച്ചിട്ട് കൊടുത്ത ആദ്യത്തെ ബ്ലെസ്സിങ് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ പെരുകി നിറഞ്ഞ് ലോകത്തെ കീഴടക്കുവിൻ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയുണ്ടാകാൻ, വിശുദ്ധി ഉണ്ടാകാൻ, പരിശുദ്ധാത്മാവ് ഉണ്ടാകാൻ, സമാധാനം ഉണ്ടാകാൻ, സ്നേഹം ഉണ്ടാകാൻ, സഹിഷ്ണുത ഉണ്ടാകാൻ, നന്മയുണ്ടാകാൻ, എളിമയുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ, ആരോഗ്യം ഉണ്ടാകാൻ ദൈവം അവരോട് പറഞ്ഞത് നിങ്ങൾ നല്ല ശുചിത്വമുള്ളവരായിരിക്കുവിൻ, നിങ്ങൾ നല്ല സ്കൂളുകൾ വെക്കുവിൻ. ഇതൊന്നും അല്ല ദൈവം കൊടുത്ത അനുഗ്രഹം. നിങ്ങൾ പെരുകി നിറഞ്ഞ് ലോകത്തെ കീഴടക്കുവിൻ. സന്താനപുഷ്ടി, ധാരാളം മക്കൾ, ഇത് കർത്താവ് ആദ്യം മുതൽ വെച്ചിട്ടുള്ള അടിസ്ഥാന അനുഗ്രഹമാണ്. എഴുന്നേറ്റ് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സഹോദരങ്ങൾ കൂടപ്പിറപ്പുകളുടെ കൂടെ വളരുമ്പോൾ ആ സൗഖ്യം, ആ ഒരു ബലം, ആ ഒരു അഭിഷേകം, ആ ഒരു ആരോഗ്യം, ആ ഒരു ആനന്ദം, ആ ഒരു നിറവ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം കുടുംബങ്ങളെ ക്രമപ്പെടുത്താൻ എല്ലാ കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും പരിശുദ്ധാത്മാവിനെ അയച്ച് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത.
Lord Jesus. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്ന കുടുംബാംഗങ്ങൾ, ജോലി തടസ്സങ്ങളിൽ ഇരിക്കുന്നവർ, പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയവർ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ, വഴക്കിലും കലഹത്തിലിരിക്കുന്നവർ, പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ, അനുസരണക്കേട് നിമിത്തം ദൈവകൃപ നഷ്ടപ്പെട്ടവർ, എല്ലാ അവസ്ഥയിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരാം. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്താം. യേശുവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അന്ധകാരപ്പീഡകളുടെ കോട്ടകൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുർബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പഠനത്തിൻ്റെ തടസ്സങ്ങൾ കുട്ടികളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പരാജയങ്ങളും പരാജയത്തിൻ്റെ ശക്തികളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവിൻ്റെ നാമത്തിൽ ജോലി തടസ്സങ്ങൾ മാറി വഴികൾ തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, നന്ദി. ഹല്ലേലൂയ.